ഇന്നെല്ലാം തകർന്നു പോയതുപോലെ തോന്നുന്നുവോ? എങ്കിൽ കേൾക്കൂ, കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇന്നലെ വരെ ഇരുളായിരുന്നു എൻ്റെ ചിന്തകളിൽ. ജനക്കൂട്ടത്തിനിടയിൽ ഞാൻ എന്നെ തന്നെ തേടിയിരുന്നു. സ്വപ്നങ്ങൾ നിലത്ത് ചിതറിക്കിടന്നു. ഹൃദയത്തിന്റെ കണ്ണാടി തകർന്നു വീണിരുന്നു. ചുറ്റും ചോദ്യങ്ങൾ മാത്രം, മറുപടിയൊന്നുമില്ല. അകത്ത് അത്രയും വേദന എണ്ണിത്തീർക്കാനാവില്ല. അപ്പോൾ ഒരു ശബ്ദം നിശബ്ദതയെ തൊട്ടുണർത്തി. എന്റെ ഹൃദയത്തോട് മെല്ലെ ഇങ്ങനെ പറഞ്ഞു: നിന്റെ കാലഘട്ടം അവസാനിച്ചിട്ടില്ല. ഒരു പുതിയ പേജ് മാത്രമാണ് തുറക്കുന്നത്. നീ നഷ്ടപ്പെടുത്തിയതിലും വലിയത് ഞാൻ നിനക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. ആ നിമിഷം മുതൽ കൊടുങ്കാറ്റും ചെറുതായി തോന്നി. വർഷങ്ങളായുള്ള ഭാരവും ലഘുവായി മാറി. എന്റെ പ്രത്യാശ ക്രിസ്തുവിൽ. എല്ലാം തെറ്റായാലും വഴികളടഞ്ഞു പോയാലും അവൻ പുതിയ വഴി തുറക്കും. എന്റെ പ്രത്യാശ ക്രിസ്തുവിൽ. നാളെയെക്കുറിച്ച് ഭയമില്ല. ക്രൂശിൽ ഞാൻ കണ്ട സ്നേഹം, അതാണെന്റെ ദിശയും വെളിച്ചവും. നീ ഇനി ജയിക്കില്ല എന്ന് ലോകം പറഞ്ഞപ്പോൾ ഞാൻ നിന്നോടൊപ്പം നടക്കും എന്ന് യേശു പറഞ്ഞു. ഭയം എന്നെ ബന്ധിച്ചപ്പോൾ അവന്റെ സത്യം എല്ലാ ചങ്ങലകളും പൊട്ടിച്ചു. ഞാൻ പൂർണ്ണനല്ല, എന്നാലും അവന്റെ സ്നേഹം എന്നെ തേടിയെത്തി. എന്നെ പോലുള്ളവനും രക്ഷ ലഭിച്ചു. ക്രൂശിൽ എനിക്ക് ഉത്തരങ്ങൾ ലഭിച്ചു. ഇനി കാറ്റുകൾ എന്നെ കുലുക്കുന്നില്ല. അവന്റെ സത്യമില്ലാതെ ഞാൻ നടക്കില്ല. കല്ലറയെ പിന്നിലാക്കി ഉയർത്തെഴുന്നേറ്റവൻ എന്റെ ഭാവിയും എഴുതിയിരിക്കുന്നു. ചാരത്തിൽ നിന്നും ഒരു പുതിയ ജീവൻ മുളക്കും. യേശുവിന്റെ കൈകളിലെല്ലാ തോൽവിയും ജയമാകും. ഇന്ന് തകർന്നത് നാളെ വീണ്ടും ചേരും. അവന്റെ സമയത്ത് പൂക്കൾ വിരിയും. കേൾക്കൂ, പ്രത്യാശ ഒരു വികാരമല്ല. പ്രത്യാശ ഒരു വ്യക്തിയാണ്. പ്രത്യാശ ഒരു ആഗ്രഹമല്ല. പ്രത്യാശ അവന്റെ വാഗ്ദാനമാണ്. ലോകം എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ എന്നെ തിരഞ്ഞെടുത്തു. എല്ലാവരും അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു: ഇത് പുതിയ തുടക്കമാണ്. എന്റെ വിശ്വാസം പണത്തിലല്ല. എന്റെ തിരിച്ചറിവ് പ്രശസ്തിയിലല്ല. എന്റെ രാജാവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. എന്റെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. എന്റെ പ്രത്യാശ ക്രിസ്തുവിൽ. പണത്തിലല്ല, പ്രശസ്തിയിലല്ല. കാറ്റും കൊടുങ്കാറ്റും വന്നാലും അവന്റെ നാമത്തിൽ ഞാൻ നിലക്കും. എന്റെ പ്രത്യാശ ക്രിസ്തുവിൽ. എന്റെ ഓരോ ശ്വാസത്തിലും നാളെ എന്താകുമെന്ന ഭയമില്ല. എന്റെ ഭാവി അവന്റെ പദ്ധതിയിലാണ്. ഇന്ന് നീ തകർന്നിരിക്കാം. എല്ലാം അവസാനം.